ഞാനിപ്പോ ഉള്ളത് ആന്ധ്രയിലാണ്, തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഇവിടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത. കോഴിക്കോട് ഉള്ളിയേരി തുടങ്ങിയ ഈ ഒരു സംഭവം ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചത് പോലും അല്ല. തുടങ്ങുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ സുഹൃത്തിനെ ഒഴിവാക്കേണ്ട, അവനൊരു എന്താ പറയാ കാര്യം പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട, ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം, അമ്മയ്ക്ക് ഗുണം കിട്ടെങ്കിൽ, അച്ഛന് ഗുണം കിട്ടെങ്കിൽ, വൈഫിന് ഗുണം കിട്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഗുണമാവെങ്കിൽ എന്ന് ചിന്തിച്ച് തുടങ്ങിയ ബിസിനസിനെ പറ്റിയേ ചിന്തിച്ചില്ല. എന്ന് തുടങ്ങിയ ഈ സ്ഥാപനം, ഈ ഒരു സംരംഭം ഇന്ന് നിൽക്കുന്നത് ഏകദേശം 25 ക്രോറിനടുത്ത് ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ 25 ക്രോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവൊന്നുമല്ല, ഇത് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ആദ്യം സിസ്റ്റത്തിന് സറണ്ടർ ആവുക എന്ന് പറയാറുണ്ട് ലീഡേഴ്സ് ഒക്കെ. ഈ സിസ്റ്റത്തിന് സറണ്ടർ ആയപ്പോൾ കിട്ടിയ ബെനിഫിറ്റ് ആണ് ഇതൊക്കെ. നമുക്ക് ശരിക്കും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ നമ്മുടെ ബുദ്ധിയും നമ്മുടെ എന്താ പറയാ ഭയങ്കരമായ ചിന്തയൊന്നും ആവശ്യമില്ല. ഇവിടെ ശരിക്കും ജീവിതത്തിൽ സക്സസ് ആവാതിരിക്കാനുള്ള കാരണം ഓവർ തിങ്കിങ് ആണെന്നാ പറയുന്നത്. ഓവർ തിങ്കിങ് ഒന്നും ആവശ്യമില്ല. ഓവർ തിങ്കിങ് ഉള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. രണ്ട് പഴയ ആൾക്കാർ പറയാറുണ്ട്, ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയാം, ചിന്തിച്ചാൽ ഒരു അന്തോ ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ കുന്തോ ഇല്ല പറഞ്ഞിരിക്കുന്നു പഴയ ആൾക്കാർ. ഓവർ ചിന്തിച്ചാലും പ്രശ്നമാണ്, തീരെ ചിന്തിച്ചില്ല. അതിന്റെ ഇടയിലൊരു സാധനമുണ്ട്. എന്താണ് ആവശ്യം? ഓൾറെഡി ഈ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തങ്ങ് പോവുക. അങ്ങനെ ചെയ്തു പോയ സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ ചെയ്തു പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശൈലേഷ് സാർ എന്നോട് ഈ പ്രോജക്ട് പറയും, എന്റെ സുഹൃത്താണ് ഈ ബിസിനസ് പറയുന്നെങ്കിൽ ശൈലേഷ് സാറാണ് ശൈലേഷ് സാർ സുഹൃത്തിന്റെ കെയർ ഓഫിൽ ശൈലേഷ് സാർ വരികയാണ്. അപ്പൊ ശൈലേഷ് സാറിനോട് ഈ ബിസിനസ് പറയുമ്പോൾ ശൈലേഷ് സാർ അന്ന് സാലറി ഒക്കെ കാണിക്കുന്നത് സ്റ്റാർ ഹെൽത്തിലെ 15,000 രൂപയൊക്കെയാണ്. എനിക്കന്ന് 50,000 രൂപ സാലറി ഉണ്ട്, ഒരു കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ഏകദേശം ഓൾമോസ്റ്റ് 1 lakh വരുമാനം കിട്ടുന്ന സമയത്താണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ സറണ്ടർ ആവാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സറണ്ടർ ആവാതിരുന്ന സമയം എനിക്ക് നഷ്ടമാണ്. അന്ന് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്നുള്ള ചെറിയൊരു എന്തുണ്ട്, ഒരു അതുണ്ട്. അത് അതുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തീർച്ചയായും നമ്മളടുത്ത് സാധാരണ പ്രവീൺ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. உங்களுக்கு பணம் வேணுமா ஈகோ வேணுமா, பணம் ஈகோவும் கூட வராது, உங்களை பாக்கெட் என்ன ஃபில் பண்ணணும்னு நீங்க യോജിച്ച് പണ്ടണമെന്ന് പറയുന്നത്. നിങ്ങളെ കയ്യിലേക്ക് ഈഗോയും പണവും കൂടി ഒരുമിച്ച് വരൂല. ഏതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെ പോക്കറ്റിൽ ഏതിനാണ് സ്ഥാനം നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ അന്ന് നമ്മുടെ കയ്യിൽ എന്തായിരുന്നു, ഈഗോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് 1 lakh വരുമാനമുള്ള ആളാണ് എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനൊരു കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറാണ്, എനിക്ക് കുറച്ച് സ്റ്റാഫ് ഉണ്ട്, എനിക്ക് കുറച്ച് എന്തുണ്ട് കൊളീഗ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ ഈഗോസ് ആയിരുന്നു എന്തുണ്ടായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങോട്ട് ഇറങ്ങാനൊന്നും എന്ത് ചെയ്തില്ല, ഈ ഒരു ആ ഈഗോ സമ്മതിച്ചില്ല. ഈഗോനെ ഇത് പുറത്താക്കിയ സമയത്ത്, ഇതിനെപ്പറ്റി പഠിച്ച സമയത്താണ് ഈഗോ പോയത്. ഇത് പഠിച്ച സമയത്ത് മനസ്സിലായത്, നമ്മൾ ഓൾറെഡി വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഇവിടെ ലക്ഷങ്ങളൊന്നും ആവശ്യമില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബ്രാൻഡ് ചേഞ്ചിങ്ങിലൂടെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. ഇത് ഇങ്ങനെ എത്ര ഡിസ്ട്രിബ്യൂഷൻ വേണമെങ്കിൽ കൊടുക്കാം, ഈ ഡിസ്ട്രിബ്യൂഷനിലൂടെ എത്ര ടേൺ ഓവർ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡിയ ആയിട്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, ആ ഈഗോ ഒക്കെ മാറ്റി ഒരു ദിവസം ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ. റിസൾട്ട് വൈഫിനും അമ്മയ്ക്കും അച്ഛനൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു സംഭവം ഞാൻ പറയുന്നത്. ആദ്യമുള്ളത് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുറക്കുന്ന സമയമാണ്. ആ റിസൾട്ട് വന്ന സമയത്ത് എന്തപ്പോ ഇങ്ങനെയൊക്കെ മാറാനുള്ള സാധനം എന്നുള്ള രീതി ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ മനസ്സിലാക്കാൻ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ പോകാണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണെന്നുള്ള ചിന്തയാണ് നമുക്ക്. അവര് വിളിക്കട്ടെ, ബാക്കി പോകാണ്ടിരിക്കേണ്ടത് നമ്മളാണല്ലോ എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഓൾറെഡി പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കണ്ട് പോയതാണ്. അങ്ങനെ പോയ സമയത്ത് ഇത് കണ്ട സാധനമല്ല, കേട്ട സാധനമല്ല, നമ്മളിതിനു മുമ്പേ ഇത് ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം. ഈ പ്രോഗ്രാമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇതിനാണ്. നമ്മളെ കാണുന്നത്, ഞാൻ എൻ്റെ ഈ MI ലൈഫ് സ്റ്റൈലിൽ കണ്ടത് മുനീറും, എന്റെ സുഹൃത്താണ് മുനീർ, മുനീറിന്റെ നാട്ടുകാരൻ. മുനീർ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്,
മുനീർ വെച്ചാൽ എന്റെ ചെറുപ്പത്തിലുള്ള സുഹൃത്താ. അപ്പോ ഞാൻ മുനീറായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഈ ശൈലേഷ് സാർ പ്രോഗ്രാം വിളിക്കുമ്പോ ഒക്കെ ഞാൻ എന്ത് ചെയ്യും, സ്കിപ്പ് ആവുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പോകാനാ എന്നുള്ള ചിന്തയാണ്. ഏഹ് നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്തയാ. ഏത് MNC കമ്പനിയുടെ മാനേജർ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ സംഭവമാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ഇതിനൊക്കെ റിജക്ട് ചെയ്യാം. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെ. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലീഡേഴ്സ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും കമ്പനി GTS കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് കടന്നു വരണമെങ്കിൽ പ്രോഗ്രാം വേണം. പ്രോഗ്രാമിലാണ് അവർ ശരിക്കും റിയലൈസ് ചെയ്യുക. നമ്മളവിടെ ഒരു പ്രോഗ്രാം കൊണ്ടുപോയി ഇരുത്തിയാൽ നമ്മളെ കാണുന്നില്ലല്ലോ. പിന്നെ അയാൾ ഇങ്ങനെ ഇരിക്കല്ലേ സിനിമ കാണുന്ന പോലെ. പിന്നെ അയാൾ അതിലങ്ങ് മുഴുകിയിട്ട് എന്ത് ചെയ്തോളും. പിന്നെ അയാൾ പുതിയൊരാളായിട്ട് എന്ത് ചെയ്യും, വരണ്ടോനാണെങ്കിൽ തിരിച്ചു വരും. അപ്പൊ അതിന് ശരിക്കും പ്രോഗ്രാം സെന്റർ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ ഇങ്ങനെ പ്രോഗ്രാം സെന്റർ പോയ സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു ഇതിനെപ്പറ്റി റിയലൈസ് ചെയ്തത്. അങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്തു, തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒരു അടുത്തൊരു പ്രോഗ്രാം പോകുമ്പോൾ അന്ന് ഞാൻ അനീഷ് സാറിനെ പരിചയപ്പെടുകയാണ്. അനീഷ് സാറിനെ പരിചയപ്പെട്ട് ശൈലേഷ് സാർ എനിക്ക് അനീഷ് സാറിനെ പരിചയപ്പെടുത്തി തന്നു. അന്ന് RTC ലീഡർ അനീഷ് സാർ. ഞാനന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോ അനീസ് സാറിനെ പരിചയപ്പെടുത്തിയിട്ട് ശൈലേഷ് സാർ പറയാണ്, സാർ ഇത് അനീസ് സാർ, ഇദ്ദേഹം RTC ലീഡറാണ്, 75 ലക്ഷം ടേൺ ഓവർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ അനീസ് സാർ എനിക്ക് എന്ത് ചെയ്യാണ്, ആപ്ലിക്കേഷൻ തോന്നിയിട്ട് 75 ലക്ഷം ടേൺ ഓവർ ഇതിന്റെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, പടച്ചോനെ ഇതൊക്കെ എപ്പോഴാണ് എന്ന് ചിന്തിക്കുകയാണ്. ഇത് നമ്മള് ഈ 75 ലക്ഷം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളൊക്കെ എപ്പോഴാ ഈ 75 ലക്ഷം കംപ്ലീറ്റ് ചെയ്യാന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുക. ഇന്ന് നമ്മളെ ടീം വശം 10-നെടുത്ത് ഈ 75 ലക്ഷം കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ എപ്പോഴും നമ്മുടെ ചിന്ത ഒന്ന് കാണുമ്പോൾ നമ്മൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ് എല്ലാത്തിനെയും നോക്കുക. പക്ഷേ ഇതെല്ലാം എന്തായി മാറും, നമുക്കും പോസിബിൾ ആയി. നമ്മൾ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒന്നാം ക്ലാസ് പോകാൻ മടിയാണല്ലോ. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ എപ്പോഴാണ് തീരുക, ഇതൊന്ന് തീർന്നിട്ട് വേണം എന്തെങ്കിലും പണി കിട്ടാൻ, അല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ ഈ പണി കിട്ടിയത് എപ്പോഴാണ്, ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ കാണുന്നത് എപ്പോഴാണ് കല്യാണമൊക്കെ കഴിക്കുക. ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചോളൂ. നമ്മളത് ആ യാത്രേന്റെ ജേണിയുടെ കൂടെ അങ്ങ് നിന്നാ മതി എന്നുള്ളതാണ് എന്ത് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് അവിടെ അനീസ് സാറിന്റെ അപ്ലിക്കേഷൻ നോക്കി തുടങ്ങിയ സംഭവമാണ്. അന്ന് ഇങ്ങനെ കുറെ ആൾക്കാർ കണക്ട് ആവുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യാണ്, പലതും ഇങ്ങനെ കയറി വരികയാണ്. അപ്പൊ അങ്ങനെ ഈ ബിസിനസ്സിൽ ബിസിനസ് ചെയ്യേണ്ട കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണെന്നുള്ളതാണ് എന്ത് ആക്ച്വലി സത്യം. അപ്പൊ ഇതൊരു മിക്സഡ് എന്താണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആക്ച്വലി. ഓരോരുത്തർക്ക് ഇത് നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാം പല സ്ഥലങ്ങളിലും വെച്ച് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ, ഒരാളെ GTS കയറ്റുന്നു, ഒരാൾ FSS കയറ്റുന്നു, ഒരാൾ മീൻസ് പല പ്രോഗ്രാമിലും കയറ്റും. ഇത് എവിടെയാ ക്ലിക്ക് ആവുമെന്ന് പറയാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും എന്ത് ചെയ്യുക. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ചിലർക്ക് FSS കയറ്റുന്നു, ചിലർക്ക് ഈ എന്താ പറയാ BBS ബിസിനസ് ബിൽഡിംഗ് സെമിനാർ, നമ്മുടെ വലിയ വലിയ സെമിനാറുകളില്ലേ, നമ്മൾ ഇപ്പൊ ശൈലേഷ് സാർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന MI ഉത്സവം ആയിക്കോട്ടെ, കമ്പനി കണ്ടക്ട് ചെയ്യുന്ന നെക്സസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ അയറ്റുന്ന സമയത്ത് ചില ആളെന്ത് ചെയ്യും, സീരിയസ് ആവും. ഞാൻ പലപ്പോഴും ഇതില് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് വന്നിട്ടുള്ള ആളുകളൊക്കെ ഞാൻ ബ്രഹ്മരത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം കയറ്റിയ സമയത്താണ് അവരെന്ത് ചെയ്തത്, ഇവർ ഇത്രയും വലിയ ബിസിനസ് ആണോ എന്ന് മനസ്സിലായത്. ഞാൻ GTS സെന്ററിൽ പോയപ്പോഴാണെങ്കിൽ അവർക്ക് ബ്രഹ്മരത്ത് പോയപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ ബിസിനസ് സീരിയസ്നെസ് മനസ്സിലായത്. അപ്പോ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഈ ബിസിനസ് ഒന്നും അല്ല എന്നുള്ള ചിന്ത എന്ത് ചെയ്യും പോവും. എനിക്ക് പോയത് ഈ രീതിയിൽ ശൈലേഷ് സാർ പ്രോഗ്രാമിൽ കണക്ട് ചെയ്ത് നളന്തയിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം പോയിട്ട് അറ്റൻഡ് ചെയ്ത സമയത്താണ് എന്ത് ചെയ്തത്, എന്റെ ഈഗോ പോയത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2018 എന്ത് ചെയ്യുന്നത്, ഇതൊരു കരിയർ ആയിട്ട് എടുക്കണമെന്ന് തീരുമാനിച്ച് ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രീമാണ്. SPS സെയിൽസ് കോർപ്പറേഷൻ ആണ് എന്റെ ഫേമിന്റെ പേര്, ഡിസ്ട്രിബ്യൂഷന്റെ പേര്. S എന്ന് പറഞ്ഞ ശ്രീജിത്താണ്, P എന്ന് പറഞ്ഞ പ്രബീഷ്, S എന്ന് പറഞ്ഞ സജീഷ്. ഞങ്ങൾ 3 എക്സിക്യൂട്ടീവ്സ് ആണ്. ഇവിടെ അവരൊക്കെ മാനേജർമാരാണ്, ഞാൻ വേറൊരു കമ്പനി മാനേജർ. അപ്പോൾ ഈ ഫേം നിന്നുകൊണ്ട് ഈ ഫേം തുടങ്ങുന്നത് ABC സെയിൽസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഫേം ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കണ്ണൂർ ബേസ്ഡ് സ്ഥാപനമാണ് ABC സെയിൽസ് കോർപ്പറേഷൻ. എല്ലാ മെറ്റീരിയലും ഒക്കെ ഹൗസിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽ ഒക്കെ കിട്ടും.
അതൊക്കെ വെച്ച് തുടങ്ങി അതുപോലെ നമുക്ക് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം. ഏഹ് ഒരു 1 CR ടേൺ ഓവർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ മാസവും ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ ഒരു സ്ഥാപനം. ശരിക്കും ഞങ്ങളുടെ ഡ്രീമാണ്. ആ സാധനം വരെ ഒഴിവാക്കാൻ എനിക്ക് പ്രചോദനമായ സാധനമാണ് MI ലൈഫ് സ്റ്റൈൽ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളെല്ലാ സ്വപ്നങ്ങളും എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമില്ല. അന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ട്. ബാക്കി പൈസ വൈഫിനെ പറഞ്ഞ് നിനക്കൊരു ബിസിനസ്സുകാരന്റെ ഭാര്യ ആവണ്ടേന്നൊക്കെ ചോദിച്ച് അവളെ കൺവിൻസ് ചെയ്ത് എന്ത് ചെയ്താണ് ഗോൾഡ് ഒക്കെ വാങ്ങി തുടങ്ങിയ സ്ഥാപനം. ആ സ്ഥാപനം വരെ പൂട്ടി MI ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ട് കരിയർ ആയിട്ട് ചെയ്യാനുള്ള, നിങ്ങൾ ആ തുടക്കത്തിൽ ഞാൻ ഫുൾ ഈഗോ അടിച്ച ആളാ. അവിടുന്ന് പൂർണ്ണമായിട്ട് ഇതൊക്കെ ഒഴിവാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ ഡ്രീം ഇട്ടതാ. അവിടെ നഷ്ടമൊന്നും ഇല്ല താനും. കാര്യങ്ങളൊക്കെ ട്രാക്കിൽ പോകുന്നുണ്ട്. നല്ല വരുമാനം കിട്ടുന്നുണ്ട്. എന്റെ ജോലിയിൽ എനിക്കൊരു പ്രതിസന്ധിയും ഇല്ല. എന്റെ ബോസ് എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം വേണേ വിളിക്കും, ശ്രീത്തെ ബുദ്ധിമുട്ടിലേക്ക് പോരിട്ടാന്നൊക്കെ പറഞ്ഞു. അത്ര ഇഷ്ടം. ഞാൻ പറഞ്ഞത് എന്റെ ജോലിയിൽ എന്തില്ല എനിക്കൊരു അൺകംഫർട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. എന്റെ ബിസിനസ്സിൽ അൺകംഫർട്ട് എനിക്ക് ബിസിനസിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ടാക്സ്, അതിന്റെ കാര്യങ്ങൾ, സ്റ്റോക്ക്, ഓഫീസിൽ കയറുന്നവരെ നമ്മൾ ടെൻഷൻ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. കാരണം നമ്മളൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യേണ്ട ആളുകളാണല്ലോ എന്നുള്ള ചിന്തയാണ്. അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മൈൻഡപ്പ് ചെയ്യാവുന്ന കോൺഫിഡൻസിലേക്ക് വന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതൊക്കെ പൂർണ്ണമായിട്ട് പാർട്ട്നേഴ്സിന് ഒഴിവാക്കി, ജോലിയിൽ നിന്ന് ബോസിനോട് പറഞ്ഞു, കാരണം ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഇതാന്ന് തുറന്ന് പറഞ്ഞില്ല. ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ സമ്മതിക്കില്ല. ആ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു, തുടങ്ങി പൂർണ്ണമായിട്ട് ജോലിക്ക് ഒഴിവാക്കി. ഇന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ എന്തൊക്കെയോ എന്താ പറയാ, ചെറിയ ചിന്തകളുമായിട്ട് വന്ന നമ്മളെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളിലേക്ക്, വലിയ ജീവിത നിലവാരത്തിലേക്ക് എന്ത് ചെയ്യാണ്, മാറുകയാണ്. അപ്പൊ ഈ മാറാനുണ്ടായ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇതൊരു 12 സ്റ്റെപ്പ് ജേണിയാണ്, 12 സ്റ്റെപ്പ് ജേണിയാണ് MI ലൈഫ് സ്റ്റൈൽ. ഈ 12 സ്റ്റെപ്പ് ജേണിയിൽ 11ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എന്താണ്, ഞാൻ ചിന്തിച്ച ഒരു കാര്യമേ അല്ല. ഓൾമോസ്റ്റ് ഒരു ITC എന്ന് പറഞ്ഞ റാങ്കാണ് ഞാൻ ഈ 12 സ്റ്റെപ്പ് ജേണി എന്ന് പറയുന്നത്. ഈ ITC റാങ്ക് 5 to 10 lakhs മന്ത്ലി ഇൻകം ഉറപ്പാണ്. അപ്പൊ ഈ ജേണി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് എന്ത് ചെയ്തു, സഹായകരമായി എന്നുള്ളതാണ് എന്ത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്, നമ്മളെ റീറ്റെയിലും റിക്രൂട്ട്മെന്റ്. ഈ ബിസിനസ്സിന് വേണ്ട ഒന്ന് റീറ്റെയിലും റിക്രൂട്ട്മെന്റും ആണ്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, സാർ ഞാൻ റീറ്റെയിൽ ചെയ്യണോ റിക്രൂട്ട്മെന്റ് ചെയ്യണോ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ കൂടുതലായിട്ട് സമയം എടുക്കുന്നില്ല. അപ്പൊ ഇന്ററാക്ഷൻ ആ അപ്പൊ ഞാൻ പറയാ, രണ്ടും നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയാ. പറഞ്ഞു മനസ്സിലായോ? റീറ്റെയിൽ ചെയ്യണോ റിക്രൂട്ട്മെന്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീറ്റെയിൽ ചെയ്താലും കുഴപ്പമില്ല, റിക്രൂട്ട്മെന്റ് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യണം. ക്ലിയർ? ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യലാണ് എന്ത്, അടുത്ത സ്റ്റെപ്പ് എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്ത് നമ്മുടെ സക്സസ്. എന്റെ ഒരു ജീവിതത്തിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിനെ പറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, അടുത്ത എത്തേണ്ട നമ്മുടെ ജേർണിയിൽ എത്തേണ്ട അടുത്ത ഡെസ്റ്റിനേഷൻ എന്താ, നമ്മളിപ്പോ ഒരു ജേർണി പോവാണ്, നമ്മളിപ്പോ ഒരു ടൂർ പോവാണ്. ആ ടൂർ പോകുമ്പോൾ കുറെ ഡെസ്റ്റിനേഷൻസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മള് ഇന്ന സ്ഥലത്ത്. അപ്പൊ നമ്മൾ ആ ജേർണിയിൽ എന്താ ചെയ്യുക, ഇവിടെ എത്തിക്കഴിഞ്ഞാല് കാറാണോ ബസ്സാണോ ഫ്ലൈറ്റ് ആണോ എന്തായാലും കുഴപ്പമില്ല, അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ് എന്ന് പറയാറില്ല. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പൊ അത് റാങ്കിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ റാങ്ക് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തോളും, മറന്നോളും. ഓട്ടോമാറ്റിക്കലി വരുമാനം എന്ത് ചെയ്തോളും, വന്നോളും എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാ സാർ നടക്കുക എന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് ലോകത്തിലുള്ള നിർമ്മിതികളൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള കാറായിക്കോട്ടെ, ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന ട്രെയിൻ ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ പറക്കുന്ന ഫ്ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാം നിർമ്മിതികളാണ്. യെസ് ഓർ നോ? ഈ നിർമ്മിതികളൊക്കെ ആദ്യം ഉണ്ടായത് എവിടെയാണ്?
ഓരോരുത്തരുടെ മനസ്സില് ആരുടെയൊക്കെയോ മനസ്സിലുണ്ടായതാണ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതൊക്കെ ആദ്യം നിങ്ങളുടെ നിർമ്മിതികളായിട്ട് വരേണ്ടതാണ്. പക്ഷെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഉറച്ചു വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റണം. നിങ്ങളിപ്പോ ടി സി അല്ലെങ്കിൽ നിങ്ങളുടെ ടി സി ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസൈൻ ചെയ്യാൻ പറ്റണം മനസ്സിൽ. നിങ്ങൾ ടി സി ആയിട്ട് കമ്പനിയുടെ 3 lakhs ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ റാങ്ക് റെക്കഗ്നേഷൻ കിട്ടുന്നു നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റും. ഇത് ആളുകൾക്ക് ഒരു ഇമാജിനേഷൻ ഇല്ലാത്തതാണ് എന്ത് പലരും സക്സസ് ആവാതിരിക്കാനുള്ള കാരണം. അവർക്ക് ടി സി ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ റൂബി എന്ന് പറയുന്ന റാങ്കിന്, റൂബിക്ക് 1 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 1, 1 ലക്ഷം ബിസിനസ് വോളിയം ബ്രാഞ്ച് 2 ഓൾമോസ്റ്റ് 1.35 ക്യാഷ് എന്ന് പറഞ്ഞാൽ 2.70. ഈ 2.70 ഒരു ഫിഗറെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാൻ പറ്റണം. ഇതൊരു ഡിസൈനിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എന്ത് നടക്കണമെങ്കിലും ഒരു ഡിസൈനർ ആവശ്യമുണ്ട്. നിങ്ങളൊരു വീടാണ് ഉണ്ടാക്കുക. നിങ്ങളുടെ കാര്യം പറയാം. ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ഇത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, റസാഖ് സാർ കഴിക്കുന്നുണ്ട്, ഇതേപോലെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ശരീരത്തിൽ ക്ലീനിങ് നടക്കണം. ഈ ക്ലീനിങ് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സഫീഷ്യന്റ് വാട്ടർ വേണം. ഈ സഫീഷ്യന്റ് വാട്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ക്ലീനിങ് നടക്കൂല. മോഷൻ ശരി, ആയുർവേദം പറയുന്ന മലക്രിയ ക്ലിയർ ആയാലും എല്ലാം ക്ലിയർ ആയില്ല. അപ്പൊ രാവിലെ തന്നെ മോഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടോട്ടൽ ടോക്സിൻസ് ഒക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും രാവിലെ കഴിച്ചു നോക്കിയ. നിങ്ങൾ നോർമലി സഫീഷ്യന്റ് വെള്ളം ശരീരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാവിലത്തെ വെള്ളം മേക്കപ്പും ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞവരോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാത്തവരോടാണ്. അപ്പോ ഇത് ഏറ്റവും നല്ലതാണ്. സിപ്പായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ സിപ്പ് ഖുറാനിലൊക്കെ പറയുന്നുണ്ട്, ഒറ്റയടിക്കാൻ വെള്ളം കുടിക്കരുത്, നിന്ന് കുടിക്കരുത്. ഇതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഒക്കെ സയന്റിഫിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ സിപ്പായിട്ട് കുടിക്കുമ്പോൾ ഉമിനീര് മിക്സ് ആവും. അതാണ് ഈ ഖുറാനിൽ എന്ത് പറയുന്നത്? സിപ്പായിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നത് അല്ലേ? റസൂൽ സാറേ അങ്ങനെ പറയുന്നില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഉമിനീര് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? കുടിക്കണം എന്നുള്ളതാണ്. കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും? നമ്മുടെ രാവിലത്തെ ഉമിനീര് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. അപ്പൊ 1 ലിറ്റർ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഈ 1 ലിറ്റർ, ഞാൻ ഏത് യാത്ര പോയാൽ, വീട്ടിലാണെങ്കിൽ എനിക്ക് പാത്രമുണ്ട്, ചെറിയൊരു ബോട്ടിലുണ്ട്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എവിടെ പോയാൽ 1 ലിറ്റർ വെള്ളം കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് മറ്റുള്ള പ്രഭാതകൃത്യങ്ങൾക്ക് പോകുന്നു. നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്തായാലും 1 മണിക്കൂർ ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും ഇരിക്കുന്നതാണ്. ഇന്നിപ്പോ ഓൾമോസ്റ്റ് എത്ര മുമ്പ്? 100 മാക്സിമം കപ്പാസിറ്റിയാണ്. ആൾക്കാരും പുറത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ 100 പേരും വെള്ളം കുടി തുടങ്ങിയാൽ തന്നെ നിങ്ങളെ ആരോഗ്യം എന്തായി മാറും? ടോപ്പായി മാറും. അപ്പൊ ഈ 100 പേര് എല്ലാ ദിവസവും എന്ത് ചെയ്യട്ടെ? മോർണിംഗ് ക്ലബിൽ 1 ലിറ്റർ വെള്ളമായിട്ട് വരാൻ പറ്റട്ടെ. ഓക്കെ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡിസൈൻ. ശരിക്കും നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ ആ വീട് ഡിസൈൻ ചെയ്ത് തരാൻ നമുക്കൊരു എഞ്ചിനീയർ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആ കൺസ്ട്രക്ഷൻ ഡിസൈൻ ചെയ്ത് തരാൻ ആരുണ്ട്? നമുക്കൊരു എഞ്ചിനീയർ ഉണ്ട്. ഇവിടെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആണ്. നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തു തരുന്ന എഞ്ചിനീയർ ആണ്. പക്ഷെ ആ എഞ്ചിനീയർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. മറ്റേത് എഞ്ചിനീയർ വരച്ചങ്ങോട്ട് കൈമ തരും, 3D അടക്കം എടുത്തു തരും. പക്ഷെ ഇവിടെ വരയ്ക്കേണ്ടതും 3D ആക്കേണ്ടതൊക്കെ ആരാണ്? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പൊ ഈ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ വേഗത്തിൽ സക്സസ് ആയിട്ടുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ ചെയ്ത് ഈ ഡിസൈൻ തരാൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ലീഡർമാർക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ വലിയ നിർമ്മിതികളൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. പക്ഷെ ഇത് ആരുടെയൊക്കെയോ മനസ്സിൽ എന്താണ് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് എല്ലാവർക്കും നിർമ്മിക്കാൻ പറ്റിയത്. നിങ്ങൾ ഇതേപോലെ
വലിയൊരു ടേൺ ഓവർ ഉള്ള സ്ഥാപനവും വലിയ കോൺസെപ്റ്റും ഒക്കെ നിങ്ങളങ്ങ് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള എന്തിനെ നിങ്ങൾ ഫോളോ ഒന്ന് കോൺസെപ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാലോ അതിനെ ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യും ആളുകളുണ്ടാവും. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വലിയൊരു വീട് സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലെ വലിയൊരു എന്താ പറയാ നിങ്ങളുടെ ഒരു വലിയൊരു ഓർഗനൈസേഷൻ സ്വപ്നം കണ്ട് അങ്ങ് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളെ കൊടുക്കും. നിങ്ങൾക്കൊരു ഡിസൈനിങ്ങും ഇല്ലെങ്കിലോ അത് അവരുടെ സ്വപ്നമായിട്ട് എന്ത് ചെയ്യും അവർ മാറ്റിക്കോളും. അപ്പൊ നമ്മൾ മിക്കവാറും പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ആ ഡിസൈനിങ് നമ്മൾ എടുക്കാൻ പേടിയാണെന്നല്ല, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയാറുണ്ട് മുൻപ്. ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ്. അപ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയമാണ് എന്ത് ചെയ്യുന്നത് പലരെയും പുറകോട്ട് വലിക്കുന്നതെങ്കിൽ അത് ട്രഡീഷണൽ ബിസിനസ്സിലും മറ്റുള്ള സ്ഥലത്തുമായിരുന്നു വേണ്ടത്. ഇവിടെ പരാജയപ്പെട്ട എന്ത് സംഭവിക്കാണ്? ഇവിടെ പരാജയപ്പെടാണ് പിടിക്കാൻ അത്ര ആൾക്കാരുണ്ട്. അത് മറ്റുള്ള സ്ഥലത്തുള്ള പോലെ അല്ലല്ലോ. അവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ ലക്ഷങ്ങളും കോടികളും വെച്ചുള്ള കളിയല്ലേ. ഇവിടെ അങ്ങനെ ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ലല്ലോ. മറ്റുള്ള ആളുകൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇതിനെ പറ്റി മനസ്സിലാക്കിയ ആളുകളല്ലേ. ഇവിടെ വിൽപ്പനയല്ലേ നടക്കുന്നത്. ഏതൊരു മേഖലയ്ക്കും ആവശ്യമുള്ളത് ട്രഡീഷണൽ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. ഞാനിപ്പോ ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്തു, എനിക്ക് വേണ്ടത് കസ്റ്റമറേയും ഡിസ്ട്രിബ്യൂട്ടറെയാണ്. യെസ് ഓർ നോ? ഞാനൊരു കോക്കനട്ട് ഓയിൽ മാനുഫാക്ചർ ചെയ്തു, എനിക്ക് കസ്റ്റമറേയും ഡിസ്ട്രിബ്യൂട്ടറെയാണ് വേണ്ടത്. ഞാനൊരു ടെക്സ്റ്റൈൽ മിൽ സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് വേണ്ടത് കസ്റ്റമറേയും ഡിസ്ട്രിബ്യൂട്ടറെയാണ് വേണ്ടത്. ട്രഡീഷണൽ ബിസിനസ് എന്താണോ വേണ്ടത് അത് തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറായി, MI ഡിസ്ട്രിബ്യൂട്ടറായി, എനിക്ക് വേണ്ടത് കസ്റ്റമറേയും ഡിസ്ട്രിബ്യൂട്ടറെയാണ്. അപ്പൊ ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള ലോജിക് അല്ലേ. ഞാൻ പുതിയ ആളുകളാണ് സംസാരിക്കുന്നത്, ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് ന്യൂലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇത് പോസിബിൾ ആണോ, ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇത് നടക്കും. കാരണം എന്താണ്? ഇത് ബിസിനസ് ആണ്. ഇവിടെ നമ്മള് 1 രൂപ പോലും നിങ്ങൾ വീട്ടിലിരുന്ന് വെറുതെ ഇരുന്നാൽ കിട്ടും നമ്മൾ പറയുന്നില്ല. ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടന്നാൽ, വിപണനം നടന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ ചെയ്താലേ കിട്ടും. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചെയ്യാം. ബിസിനസ്സുകാരൻ ബ്രെയിനാണ് ഉപയോഗിക്കുന്നത്. പണം ഇൻവെസ്റ്റ് ചെയ്ത് ബ്രെയിൻ ഉപയോഗിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് പണി കൊടുക്കുന്നു, ജോലി കൊടുക്കുന്നു, അവരെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പൊ അയാളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നു. ഡയറക്ഷൻ ഓൾസോ ഈസ് എ വർക്ക്. ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതും ജോലിയാണ്. IT കമ്പനിക്കാര് ഓൾറെഡി, എനിക്കൊരു സുഹൃത്തുണ്ട്, സുമേഷ് എന്നാണ് അവന്റെ പേര്. അവന് വീട്ടിലിരുന്ന് നോക്കിയയുടെ പുതിയ കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് സിസ്റ്റം വെച്ചിട്ട്. അപ്പൊ ജോലി ചെയ്താൽ ബ്രെയിൻ ഉപയോഗിക്കുന്നത് എന്താണ്? അത് ജോലി തന്നെയാണ്. ഡയറക്ഷൻ ഓൾസോ ജോബ്, വർക്ക്. അപ്പൊ ഒന്നും ചെയ്യാതെ കിട്ടുന്നു ഒരിക്കലും ആരും ചിന്തിക്കരുത്. അപ്പോ നമുക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ എന്താണ് സമ്പന്നനാവും എന്ന് ട്രഡീഷണൽ ബിസിനസ്സിലുള്ള ആളുകൾ പറയുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് അത് തന്നെയല്ലേ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ ഇവിടെ സമ്പന്നനായി മാറുമല്ലേ. നിങ്ങളെ കൂടെ എത്ര ആൾക്കാർ മാസത്തിൽ 10,000 വാങ്ങുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടില്ലേ. ലക്ഷങ്ങളും കോടികളൊക്കെ നിങ്ങൾ വിട്. മാസത്തിൽ 10,000 രൂപ വാങ്ങുന്ന 100 ആളുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവല് മാറി. മാസത്തിൽ 10,000 രൂപ വാങ്ങുന്ന 1000 ആളുടെ നിങ്ങളുടെ ലെവല് എത്രയോ മോർ ദാൻ ബെറ്റർ. ഇത് തന്നെയല്ലേ ട്രഡീഷണൽ ബിസിനസ്സുകാരും ചെയ്യുന്നത്. 10,000 15,000 രൂപ ശമ്പളമുള്ള അല്ലേ, 50,000 1 ലക്ഷം ജോലിക്കാർക്കുണ്ട്, ലുലു ഗ്രൂപ്പിനുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താ? ഇത്രയൊക്കെയല്ലേ സാലറി? 15,000 20,000 മാക്സിമം 50,000 വരെ സാലറി അല്ലേ. ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുബ്രഹ്മണ്യ സാറിന്റെ ടീമിൽ എത്ര ആളുണ്ടാവും 10,000 രൂപ വരുമാനം വാങ്ങുന്നത്? ഇത് പണ്ടത്തെ പഴയ ജോലി ചെയ്യായിരുന്നു നടക്കായിരുന്നു. എത്ര ആൾക്ക് ഗുണമാണത്? എത്ര ആൾക്കൊരു ബ്ലെസ്സിങ് ആണത്? ഇത് നമ്മൾ ഈ ഇനീഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ അവരെ മനസ്സിലേക്ക് ഇത് വരുമായിരുന്നു ഈ ഐഡിയ. നമ്മൾ ചെയ്യുന്നൊരു പുണ്യ പ്രവൃത്തിയല്ലേ. ബിസിനസ്സാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാറുണ്ട് എല്ലാ ആളുകളും. ബിസിനസ്സുകാരെയാണ് എന്ത് ചെയ്യേണ്ടത് ലോകത്തിന് ആവശ്യം എന്ന് പറയാറുണ്ട്. കാരണം ബിസിനസ്സുകാരുണ്ടെങ്കിലേ കൂടുതൽ വരുമാനം ഗവൺമെന്റിന് കിട്ടുള്ളൂ. കാരണം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ജീവിക്കില്ല. ലിമിറ്റഡ് ആയിട്ട് ജീവിക്കുമ്പോൾ ഗവൺമെന്റ് ടാക്സ് ലിമിറ്റഡ് ആയിട്ടേ കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ്. നമ്മൾ അൾട്ടോ കാർ എടുക്കുന്നതാണോ മെഴ്സിഡീസ് ബെൻസ് എടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ലാഭം മെഴ്സിഡീസ് ബെൻസ് എടുക്കുന്നതാണ്. നമ്മളൊരു 100 അൾട്ടോ കാർ എടുക്കുന്ന എക്സ്പെൻസ് ഒറ്റതിൽ എന്ത് ചെയ്യും? 100 ഉണ്ടാവില്ല. ഒരു 10 ലക്ഷത്തിന് 2 കൂട്ടുകയാണെങ്കിൽ
1 കോടിക്ക് 20 അൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് എന്ത് ചെയ്യാം? ഒറ്റ മെഴ്സഡീസ് ബെൻസ് ഇറങ്ങി കഴിഞ്ഞാൽ ഗവൺമെന്റിന് ടാക്സ് ആയി. അങ്ങനത്തെ കോടീശ്വരന്മാർ കൂടുതൽ ഉണ്ടാവുന്നതാണ് ഗവൺമെന്റിന് നല്ലത്, നമുക്കും നല്ലത്. കാരണം എന്താ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ടാക്സ് കൊണ്ടല്ലേ. നമ്മളെ റോഡ്, നമ്മുടെ പിന്നെ മറ്റുള്ള സ്കൂള്, നമ്മുടെ ആരോഗ്യസ്ഥിതി, ഇതൊക്കെ എന്താണ്, ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളും ഈ സമ്പന്നരുള്ളത് കൊണ്ടല്ലേ നടക്കുന്നത്. സമ്പന്നരുടെ ഡയറക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അവരുടെ അടുത്ത് സാധനം വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾക്ക് ഈ ഇൻഡസ്ട്രിയെ പറ്റി എന്ത് മനസ്സിലാവുന്നു എന്നുള്ളത് നമ്മളെ വിഷയമല്ല, ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ വിഷയമല്ല. എല്ലാരും കൂടെ വന്നിട്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും ഒന്നും പോസിറ്റീവ് ആവണ്ട. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾക്ക് വിജയിക്കാൻ എത്ര ആൾ വേണം? നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 140 കോടി ജനസംഖ്യയിൽ എത്ര കോടി ആൾക്കാർ നിങ്ങളെ കൂടെ നിൽക്കണം നിങ്ങൾ വിജയിക്കണമെങ്കിൽ? അതേ ചോദിച്ചതാ. അപ്പൊ നിങ്ങൾ എന്തിനാ എല്ലാരെ പറ്റിയും ചിന്തിക്കുന്നത്? നിങ്ങളെ റിജക്ട് ചെയ്യുന്ന, ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചോദിച്ച കാര്യമാണ് പറയുന്നത്. ഒരു കസ്റ്റമർ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരു കസ്റ്റമർ എന്തെങ്കിലും നോ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ MI ലൈഫ് സ്റ്റൈലോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗോ അല്ല ഞാൻ സംസാരിക്കുന്നത്, ട്രഡീഷണൽ ബിസിനസ്സുകാരൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇന്ത്യയിൽ എത്ര കസ്റ്റമർ വേണം? അല്ല, ഞാൻ ഇതുപോലെ ചോദിക്കുക, നമുക്ക് രക്ഷപ്പെടാൻ ഇതിനകത്ത് എത്ര ഡിസ്ട്രിബ്യൂട്ടർ വേണം? എല്ലാരും പോസിറ്റീവ് ആണോ, നമ്മളെന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? കുറച്ച് ആൾക്കാർ നമ്മളെ ആര് വരും ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഒന്ന് ആഗ്രഹിക്കട്ടെ, ഒന്ന് കൊതിക്കട്ടെ. എന്നെ പണ്ട് റിജക്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിലൊക്കെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എന്റെ പുതിയ വാഹനത്ത് പുതിയ വീടിന്റെ പ്ലാൻ പറയുമ്പോഴൊക്കെ എന്തുണ്ട്, അവരെ ഉള്ളിലൊരു മുഖത്തിന്റെ ഞാൻ പുതിയ വീടുണ്ടാക്കാൻ പോവാമോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ അവരെ മുഖത്ത് കാണുന്ന ഒരു മാറ്റമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. കാരണം നമ്മളെ കുറ്റം പറഞ്ഞ, നമ്മളെ റിജക്ട് ചെയ്ത, നമ്മളെ ജോലി ഒഴിവാക്കിയ ശരിയല്ല, നമ്മൾ മണ്ടനാണെന്ന് പറഞ്ഞ, നമ്മൾ പൊട്ടനാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലൊക്കെ പോയിട്ട് നമ്മൾ അവരെയും കൂട്ടി ചായ വാങ്ങിക്കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെന്ത് കൊടുത്തില്ല. കുറച്ച് ആൾക്കാരൊക്കെ നിക്കണമേ, അത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് നിൽക്കണം. അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിക്കും നമ്മുടെ എനർജിയാ, അത് നമ്മുടെ ഊർജ. എനിക്ക് എന്റെ പല സുഹൃത്തുക്കളെയും കാണുമ്പോൾ എനിക്ക് ഊർജ, എനിക്ക് ജോലി വർക്ക് ചെയ്യാൻ കൂടുതൽ വർക്കഹോളിക് ആവാൻ തോന്നും. കാരണം എന്താ, ഇവന്റെ മുമ്പിൽ ഇവനേക്കാൾ ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യണോ കാണിക്കണം, ഇവനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം. വാശി, പക, അല്ലെങ്കിൽ എന്താ പറയാ പ്രതികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നു കാണിക്കണം. നമ്മളെ തൊടാൻ പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് വളരണം. ഈ വളരാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം MI ലൈഫ് സ്റ്റൈൽ ആണെന്നേ. വേറെ എവിടെ പറ്റുമോ നമുക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, നിന്നെ നശിപ്പിക്കാനും നിന്നെ തോൽപ്പിക്കാനും നിന്നെ ഇല്ലാതാക്കാനും അല്ല നമ്മളെ ഇല്ലാതാക്കാനും ഒക്കെ സമൂഹത്തിൽ ആൾക്കാരുണ്ട്. പക്ഷെ തോൽക്കരുത്, തകരരുത് എന്ന് ഒരു പോസ്റ്റ് ഉണ്ട്. ആരാ ഇട്ടെന്നറിയോ? മഞ്ജു വാര്യർ. മഞ്ജു വാര്യർക്ക് ആ പോസ്റ്റ് ഉണ്ടായ കാരണം എന്താ? അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ഉണ്ടായ, അങ്ങനെ പ്രതികൂല സാഹചര്യം അതിൽ അടിച്ചു കയറാൻ പറ്റിയ സാഹചര്യം എന്താ? എന്തുള്ളത് കൊണ്ടാ? അവരുടെ കൂടെ ഒരു ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടാ. ഞാൻ ഓൾറെഡി മലപ്പുറത്ത് കഴിഞ്ഞ് സംസാരിച്ചു ഇൻഡസ്ട്രിയുടെ കാര്യം. ഒരു ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ടാ. ആ ഇൻഡസ്ട്രി ഇല്ലായിരുന്നെങ്കിൽ മഞ്ജു വാര്യർക്ക് ഇങ്ങനെ എഴുതാനൊന്നും പറ്റൂല. നമ്മളെ ആ സാധാ വീട്ടമ്മയ്ക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? ഒരു തകർന്ന സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുമോ? ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. ഏത് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റും. തകരരുത് മോളെ, തളരരുത് മോളെ, ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങൾക്ക് വെറുതെ പറയാം, പക്ഷെ ഇവിടെ പറയാൻ പറ്റും. കാരണം എന്താ, ഇവിടെ നമ്മളെ കൂടെ അവിടെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി മഞ്ജു വാര്യരെ സഹായിക്കാൻ ഉണ്ടായതുപോലെ ഇവിടെ നമ്മളെ സഹായിക്കാൻ എന്തുണ്ട്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ട്. കൂടാതെ ഒരുപാട് ഇൻഡസ്ട്രികൾ ഇതിന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഉണ്ട്, നമ്മളെ റീറ്റെയിൽ ഇൻഡസ്ട്രി ഉണ്ട്. ലുലു ഒക്കെ കവർ ചെയ്യുന്ന ഇൻഡസ്ട്രി റീറ്റെയിൽ ഇൻഡസ്ട്രി. അടുത്ത് വെൽനസ് ഇൻഡസ്ട്രി ഉണ്ട്. എല്ലാ ഇൻഡസ്ട്രികളും കൂട്ടിപ്പിടിച്ചാൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ സാധാരണക്കാർ ഇത്ര ഫാസ്റ്റ് ആവുന്നത്. ഇൻഡസ്ട്രിയലിസ്റ്റ് ആക്ച്വലി നമ്മൾ വ്യവസായികളാണ്, വെറും ബിസിനസ്സുകാരനല്ല, വ്യവസായികളാണ് നമ്മൾ.
അടുത്ത് നമ്മുടെ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി ഉണ്ട്. വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാ കമ്പനി ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി. കാരണം വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യുന്ന സാഹചര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്നുള്ള പ്ലാനിങ്ങിലാണ് കമ്പനി. പ്രവീൺ സാറിന്റെ മകൻ, പുള്ളി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. പിന്നെ നമുക്ക് എന്തുണ്ട്, അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ഉണ്ട്. 5ഓളം ഇൻഡസ്ട്രികളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചിന്തിക്കുന്ന ആളുകളൊക്കെ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ പറ്റണം. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വളർന്നു എന്ന് ചോദിച്ചാൽ, എന്നെ കളിയാക്കാനും എന്നെ എന്താ പറയാ ഈ ബിസിനസ് ചെയ്യാതിരിക്കാനൊക്കെ എനിക്ക് കുറെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവർക്കെങ്കിലും മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു എന്റെ വാശിയുണ്ടല്ലോ, അതാണ് എന്നെ എന്ത് ചെയ്തത്, എന്നെ ഇവിടെ എത്തിച്ചത്. തീർന്നിട്ടില്ല, ഇനിയും വേണം. എനിക്ക് ബെൻസ് വാങ്ങിയിട്ട് എനിക്കൊരു ചായ വാങ്ങി കൊടുക്കേണ്ട കുറെ ആൾക്കാരുണ്ട്. ഞാൻ അമേസ് വാങ്ങിയിട്ട് ചായ കൊടുത്ത ആൾക്കാരുണ്ട്. എന്റെ വീട്ടിൽ എനിക്ക് വീട്ടിൽ കൂടുതൽ വിളിക്കേണ്ട ആളുണ്ട്. അപ്പോ ഈ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ മുമ്പിൽ എന്താണ്, എന്റെ ടാർഗറ്റുകളാണ്. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വിജയം നിങ്ങളെ ടാർഗറ്റ് ആക്കി മാറ്റണം, വിജയം നിങ്ങളെ വാശിയാക്കി മാറ്റണം. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, സക്സസ് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഏത് ലൈഫ് സ്റ്റൈലുള്ള ആളായിക്കോട്ടെ, ആ ലൈഫ് സ്റ്റൈൽ ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. എനിക്കും ഓൾറെഡി ഇറങ്ങാനായി. ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഇന്നും നാളെയും ഇവിടെ ആന്ധ്രയിലാണ്. അപ്പൊ ഇവിടെ കുറച്ച് അടുത്ത ആഴ്ച വേറൊരു പ്രോഗ്രാം, വലിയൊരു പ്രോഗ്രാം അവിടെ വരുന്നത്. ആ പ്രോഗ്രാമിലെ പ്രൊമോഷനായിട്ട് വന്നതാണ്. അപ്പോ അടുത്ത ആഴ്ച ശൈലജ സാർ ഞാനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അനിൽ സാറൊക്കെ ഉണ്ട്. വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2018 ഞാൻ ഓൾറെഡി 2 കമ്പനി കൂടി ആയിട്ട് എന്റെ ഇലക്ട്രിക്കൽ ഫേമിലുള്ള സ്വന്തമായിട്ടുള്ള ഫേം ഡിസ്ട്രിബ്യൂഷനും ജോലിയിലും കൂടെ ആയിട്ട് ഏകദേശം 1 ലക്ഷം രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോജക്റ്റ് എന്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ അറിവില്ലായ്മ കൊണ്ട് കുറെ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈനലി ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് തുടങ്ങിയ ഈ ഒരു പ്രോജക്റ്റ് 2018 എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ജോലി റിസൈൻ ചെയ്തു. 2018 ജോലി റിസൈൻ ചെയ്ത് ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. വെച്ചാൽ ഇലക്ട്രിക്കൽ കമ്പനി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരു ദിവസം 30 സ്റ്റോപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യും, കയറും. ഇലക്ട്രിക്കൽ മേഖലയിൽ എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. ഒരു ദിവസം ഓൾമോസ്റ്റ് 30 ഷോപ്സ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. നമ്മൾ മാനേജറാണ്, സീനിയർ എക്സിക്യൂട്ടീവ് ഇങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ അടിച്ചത്. പണിയല്ല ഒന്ന് തന്നെ. ഡിസ്ട്രിബ്യൂട്ടറുടെ കൂടെ പോയിട്ട് എന്ത് ചെയ്യണം, സെയിൽസ് ഉണ്ടാക്കണം. അപ്പോ മറ്റേന്റെ നമ്പർ കുറയും, എത്ര കൂടുതൽ ദിവസം പണിയെടുക്കേണ്ടതിന്റെ എണ്ണം കുറയുന്നു മാത്രം. അല്ലെ ഒരു ഏരിയയിൽ മാത്രം പണിയെടുക്കേണ്ടത് കുറയുന്നു മാത്രം. അപ്പൊ ഒരു ദിവസം മലപ്പുറം ആണെങ്കിൽ ഒരു ദിവസം കോഴിക്കോടാണെങ്കിൽ ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നു. അപ്പോ അങ്ങനെ 30 ഷോപ്പിലൊക്കെ കയറുന്ന ജോലിയാണ് എന്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ആലോചിച്ചു, 50,000 രൂപ ശമ്പളം കിട്ടാൻ 30 ഷോപ്പിൽ ഒരു ദിവസം കയറും. 30 ഷോപ്പിൽ ഒരു ദിവസം കയറാന്ന് വെച്ചാൽ ഒരു മാസം എത്ര ഷോപ്പ് കയറും? 900 ഷോപ്പ് കയറില്ലേ? 900 ഷോപ്പ് കയറില്ലേ? 50,000 രൂപ ശമ്പളം കിട്ടുന്ന കാര്യം പറയുന്നു. നിങ്ങൾ ചോദിച്ചു നോക്ക്, ഫുൾ ടൈമർ ആയിട്ടുള്ള ആളോട് ഒരു ദിവസം 10 വർക്ക് എടുക്കുന്നുണ്ടോന്ന്. 10 വർക്ക് എടുത്താൽ തന്നെ 300 വർക്കാവും. 5 വർക്ക് എടുത്താൽ തന്നെ 150 വർക്കാവും. 5 വർക്ക് എടുത്താലും ഒരാളെ പിടിച്ചാൽ കിട്ടൂല. ആരും എന്ത് ചെയ്യുന്നില്ല, അത്രയ്ക്ക് വർക്ക് എടുക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ അതിനുള്ള ആ മാർക്കറ്റിംഗ് നടക്കുന്നില്ല. സീരിയസ് ആയിട്ട് പിടിച്ച ഇവിടെ വർക്കില്ലാത്തതുകൊണ്ടാണ്. 50,000 രൂപ ശമ്പളം കിട്ടണ ആ 30 ഷോപ്പ് കയറിയേ മതിയാവും, എന്നാലേ ടാർഗറ്റ് മുട്ടുള്ളൂ. അല്ലെങ്കിൽ അടുത്ത മാസത്തെ തെറി ഉറപ്പാ. ഇവിടെ തെറി പറയാനും ആരുമില്ല, ഒരു പ്രശ്നവും ഇല്ല, നമ്മളെ ഇഷ്ടമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇവിടെ നമ്മളെ പ്രഷർ ചെയ്യാൻ ഒരു ബോസ് ഇല്ല. അപ്പൊ ഇവിടെ സെൽഫ് ബോസായി മാറണം. ആ ബോസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത് എന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഞാൻ എന്റെ ബോസായി മാറണം. മറ്റുള്ളവർ നമ്മുടെ ബോസ് ആകുമ്പോഴൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, വലിയ നേട്ടങ്ങൾ. ഇവിടെ നിങ്ങളൊരു എന്റർപ്രണറാണ്, ഇവിടെ നിങ്ങളൊരു വ്യവസായിയാണ്. ഒരു വ്യവസായത്തിന്റെ സ്റ്റാർട്ടപ്പിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. ഹലോ, ഒരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് ആരുള്ളത്, ഞാനും നിങ്ങളുള്ളത്. ഇതിനെ വലിയ ബിസിനസ് ആക്കി മാറ്റേണ്ടത്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാലോ. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു
മേഖല എടുത്ത് ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നതിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ഒരു വലിയ പ്രോജക്റ്റ് ആക്കി മാറ്റേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ സ്റ്റാർട്ടപ്പിന് ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ചിന്തയിൽ ഒരു വലിയ ചിന്ത വേണം. അത് വീട്ടമ്മ ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ഏത് മേഖല ചെയ്യുന്ന ആളായിക്കോട്ടെ, അതിന്റെ എന്തായിക്കോട്ടെ, ഈ രീതിയിൽ ഒരു ചിന്ത എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇങ്ങനെ ചിന്തയോട് കൂടി തുടങ്ങിയ സ്ഥാപനം നന്നായിട്ട് ശക്തമായി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു 30 ഷോപ്പിലൊന്നും കയറുന്ന പോലെ ഒന്നും പണിയെടുത്തിട്ടില്ല. അതിന്റെയൊക്കെ എത്രയോ ഇപ്പുറത്താണ്. അങ്ങനെ പണിയെടുത്തു. 2019 ആകുമ്പോഴേക്ക് എന്ത് ചെയ്തു? പെർ മന്ത് വരുമാനം 1 lakh കവർ ചെയ്തു. ക്ലിയർ? അപ്പോ ഒരു 15 വർഷം കൊണ്ട് നേടാൻ പറ്റാത്ത അല്ല നേടിയെടുത്ത സംഭവം നമ്മൾ എന്ത് ചെയ്തു? വെറും ഓൾമോസ്റ്റ് 2 വർഷം കൂട്ടാണ്. 2017 നമ്മളോട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. 2 വർഷം കൊണ്ട് 1 lakh വരുമാനം എന്ത് ചെയ്തു? ടച്ച് ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് 2020 ആകുമ്പോൾ 2,10,000 എന്ത് ചെയ്തു? ക്വാളിഫൈ ചെയ്തു. എന്നെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും ഓരോ 2,10,000 ആളുകൾ രാജു സാറും ഒരു സൈഡിൽ ശ്രീജയ് സാറും, രണ്ടുപേരും NTC ലീഡേഴ്സ് ആണ്. രാജു സാർ ഇപ്പൊ CTC ആവാൻ പോകുന്നു. ജസ്റ്റ് ന്യൂലി CTC ആണ്. അപ്പൊ ഇങ്ങനെ ബ്രാഞ്ച് 1ലും ബ്രാഞ്ച് 2ലും ഓരോ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? CTC ആയിട്ട്. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് മുരളി സാറും ഞാൻ ഒരുമിച്ചാണ്. മുരളി സാർ ഓൾറെഡി NTC റാങ്ക്, ബ്രാൻഡ് ന്യൂ NTC ആണ് ഇപ്പൊ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള, നമ്മളെക്കാൾ വിഷനുള്ള ആളുകൾ നമ്മളെ കൂടെ വരും. അപ്പൊ അത് നമ്മളുടെ സീരിയസ്, നമ്മളെ ഭയങ്കരമായ കഴിവല്ല, നമ്മളെ സീരിയസ്നെസ് ആണ്. നമ്മൾ ഈ ബിസിനസ്സിനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്. ഇതിങ്ങനെ പുറത്ത് കാണാൻ പറ്റും. നമ്മുടെ കമ്മിറ്റ്മെന്റ് ഓരോ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളൊരു ഈ ബിസിനസ്സിനോട് കാണിക്കുന്ന ഒരു, ഞാൻ സാറ് പറയാറുണ്ട്, അലസന്മാർക്ക് പോലും ഇഷ്ടമല്ല. ഹലോ, അലസന്മാർക്ക് പോലും ഇഷ്ടമല്ല. നമ്മളെ ബിസിനസ്സിലേക്ക് നല്ല ആള് കടന്നു വരണമെങ്കിൽ നമ്മൾ എനർജറ്റിക് ആവണ്ടേ? എനിക്ക് എനർജറ്റിക് ആയിട്ടുള്ള ആളെ വേണം. പക്ഷെ ഞാനങ്ങനെ എനർജറ്റിക് ഒന്നും ആവൂല ചിന്തിച്ചാൽ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഭയങ്കര ബുദ്ധിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഫുൾ എനർജറ്റിക് ആവും. അത് നിങ്ങൾ ടോട്ടൽ ലൈഫിലും ഗുണം ചെയ്യും, നിങ്ങളുടെ ഹെൽത്തിലും ഗുണം ചെയ്യും. എനർജറ്റിക് ആയി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി നമ്മുടെ ഡിസീസുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആ രീതിയിൽ നമ്മുടെ ബോഡി പ്രിപ്പയർ ആവും. കാരണം ഇവന്റെ ശരീരത്തിൽ പോയിട്ട് കാര്യമില്ല, അവൻ എല്ലാത്തിനും റിജക്ട് ചെയ്യും എന്ന് ചിന്ത വരും. അപ്പൊ ആ രീതിയിലൊരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 2,10,000 എന്ത് ചെയ്തു? ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഞാനും വൈഫും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വൈഫും ഞാൻ OLX-ലൊക്കെ കയറിയിട്ട് ഒരുപാട് വാഹനങ്ങൾ എന്ത് ചെയ്തു? സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. വില വെക്കുമ്പോൾ വണ്ടി വെക്കുമ്പോൾ വില വെക്കൂല, അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് മാക്സിമം നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ലക്ഷം രൂപയുടെ ഒരു വണ്ടി, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. കാരണം വളരെ സാധാരണ ഫാമിലിയാണ്. അപ്പോ അങ്ങനെയൊക്കെ ചിന്തയുള്ളൂ. ബിസിനസ് ഓൾറെഡി തുടങ്ങിയപ്പോൾ എന്റെ മറ്റുള്ള പാർട്ട്നേഴ്സൊക്കെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് വണ്ടി എടുക്കാനുള്ള ആഗ്രഹം ഞാൻ നോക്കുമ്പോൾ ചെറിയ വണ്ടി മതി എന്നുള്ളതാണ്. പക്ഷെ ഓൺലി ബിക്കോസ് ഓഫ് MI ലൈഫ് സ്റ്റൈലിന്റെ ഈ ഒരു വലുപ്പം കണ്ടപ്പോഴാണ് എന്റെ വാഹനങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ വലുതാക്കണം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഓൾറെഡി അമേസ് എന്ന് പറഞ്ഞ വണ്ടിയിലേക്ക് മാറും. പുതിയ വണ്ടികളൊക്കെ, വലിയ വണ്ടികളൊക്കെ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു SUV വണ്ടി എടുക്കണോ, അത് കഴിഞ്ഞൊരു ഒരു മെഴ്സിഡീസ് എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതി. അതിന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ തുടങ്ങാൻ. നിങ്ങളൊക്കെ പല ചിന്തകളിലുമാണ്, ഇങ്ങനെ പദ്ധതികളിലുമാണ്. ഈ പദ്ധതിയൊക്കെ ചെയ്യാനും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് പറയാനും ശ്രീജിത്തിന്റെ കഴിവൊന്നുമല്ല, ശ്രീജിത്തെന്തോ സംഭവമായതുകൊണ്ടല്ല, ഈ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ്. MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണെന്ത്? ഈ അവസരം. കാരണം കമ്പനി തായ്ലാൻഡ് ട്രിപ്പ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സമയമാണ്. ഈ തായ്ലാൻഡ് ട്രിപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ലൈഫേ മാറിപ്പോണം. ലൈഫേ മാറിപ്പോണം. കാരണം നമുക്ക് ഈ ഒരു സമയം 7:03 ആയില്ലേ? അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ ശരിക്കും നമ്മളെ ഇന്നത്തെ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ്, പുതിയ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തായ്ലാൻഡ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ റിക്രൂട്ട്മെന്റ് കൂട്ടും. ഇന്നത്തെ നിങ്ങളെ റീറ്റെയിൽ കൊണ്ട് കസ്റ്റമറോട് നിങ്ങൾക്ക് തായ്ലാൻഡ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ നിങ്ങളെ കസ്റ്റമർ എണ്ണം കൂട്ടും. യെസ് ഓർ നോ? എന്താണ് തായ്ലാൻഡിന് വേണ്ടി നമ്മളെപ്പോഴും ഗോൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കും. അപ്പൊ ആ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട സഫീഷ്യന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും വന്ന് ചേരും. അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ടീം സെറ്റ് ആവും. പിന്നെ MI ഉത്സവമൊക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റിസൾട്ട് എന്ത് ചെയ്തോളൂ? ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അപ്പൊ ശക്തമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ തായ്ലാൻഡിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് ഫുൾ തായ്ലാൻഡ് എന്ന് പറയുന്നത് എന്റെ എന്തൊരു സ്ലൈഡ് വരികയാണെങ്കിൽ പോലും അതിൽ തായ്ലാൻഡ് ഉണ്ട്. കാരണം തായ്ലാൻഡിൽ പോയേ മതിയാവും. നിങ്ങൾ എല്ലാവരെയും തായ്ലാൻഡിലേക്ക് പോകുന്ന കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കാണാമെന്ന ആശംസയോടുകൂടി
ഇന്ന് എന്നെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വിജയ് സാറും ഇന്ന് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വിജയാശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. എല്ലാവർക്കും തായ്ലാന്റ് വിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാ ലീഡേഴ്സിനും, സുബ്രഹ്മണ്യ സാർ അടക്കമുള്ള എല്ലാ ലീഡേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്ത് ചെയ്യാണ് വിജയാശംസകൾ നേരെയാണ്. വലിയ ഉയരങ്ങളിൽ വലിയ റാങ്കുകളിലൊക്കെ നമ്മളെ പല പല കമ്പനി GTS സെന്ററുകളിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് എന്ത് ചെയ്യാണ് പുതിയതായിട്ടുള്ള ആളുകളൊക്കെ കമ്പനിയുടെ ഫസ്റ്റ് റാങ്കിലേക്ക് എന്ത് ചെയ്യാണ് ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും അതിനേക്കാൾ എല്ലാ ശക്തിയും ആരോഗ്യവും ഒക്കെ എനർജിയും ഒക്കെ സർവേശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് താങ്ക് യു സാർ, താങ്ക് യു.